കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പന ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിലവിൽ ഒരു ഫോറിൻ എൻറ്റിറ്റിയുമായിട്ട് ക്ലബ്ബ് അഡ്വാൻസ് സ്റ്റോക്കിലാണ് എന്നുള്ളതാണ് ക്ലബിന്റെ ടേക്ക് ഓവർ സംബന്ധിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. പക്ഷേ ആശിഷ് നേഗിയൊക്കെ പറയുന്നത് വലിയ തുകയുടെ ഡീൽ ആയതുകൊണ്ട് തന്നെ പുതിയ ഇൻവെസ്റ്ററിന് മിനിമം 20 ദിവസമെങ്കിലും ബുക്സും മറ്റു റിലേറ്റഡ് കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും സമയം വേണ്ടിവരുമെന്നാണ്. ക്ലബിന്റെ സൈഡിൽ നിന്നും ആ ഒരു ടൈം അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ സൂണർ ദാൻ ലേറ്റർ അവരുടെ ഭാഗത്തു നിന്നൊരു ഡിസിഷൻ വരും. അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ക്ലബ്ബ് രണ്ട് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ റെഡിയാണ്. അതായത് ഇൻ കേസ് ഇൻവെസ്റ്ററെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സീസണിൽ സ്മോളർ മോഡൽ വെച്ച് ക്ലബ്ബ് മുന്നോട്ട് പോകുമെന്നാണ് നേഗിയൊക്കെ പറയുന്നത്. നിലവിൽ പല താരങ്ങളും കോൺട്രാക്ട് കഴിഞ്ഞതോടെ ക്ലബ്ബ് വിട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ക്വാഡ് പരിശോധിച്ചാൽ 13 താരങ്ങൾ മാത്രമാണുള്ളത്. ഗോളി അർഷ് അൻവർ, പ്രതിരോധ താരങ്ങളായിട്ടുള്ള ബികാഷ് ശുംനം, ഹോർമിപ്പാം, സുമിത് ശർമ്മ, നൌച്ച സിംഗ്, സന്ദീപ് സിംഗ്, മിഡ്ഫീൽഡേഴ്സായ ഫ്രെഡി, വിപിൻ, അമാവ്യ, എബിൻ, മുന്നേറ്റ താരങ്ങളായ കോറു സിംഗ്, ശ്രീകുട്ടൻ, ഒപ്പം ക്യാപ്റ്റൻ ലൂണയും ബ്ലാസ്റ്റേഴ്സിന്റെ കരാറിൽ തുടരുന്നുണ്ട്. സോ നിലവിലെ അവസ്ഥയിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് സീസണും സ്ക്വാഡൊക്കെ വേണമെങ്കിൽ പുതിയ ഇൻവെസ്റ്റർ വരണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.